ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സിന്ധു ആണ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് റാഗി അടദോശയാണ് കേട്ടോ. അപ്പോൾ രാവിലെയും വൈകിട്ടൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ്. വണ്ണം കുറയ്ക്കാനും ഷുഗർ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഈ ഒരു അടദോശ എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇളം ചൂടുള്ള വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. തിളച്ച വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഈ ഒരു ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൂടെ എടുക്കാം കേട്ടോ. അതിൽ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ വേണം ഈ ഒരു മാവ് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട്. റാഗിയുടെ ഗുണങ്ങളൊക്കെ പിന്നെ എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മില്ലറ്റാണ് ഈ ഒരു റാഗി. ദിവസവും ഒരു നേരമെങ്കിലും ഈ ഒരു റാഗിയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മില്ലറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും റെസിപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ്. ഇതിപ്പോൾ നല്ലോണം തന്നെ ഞാനിവിടെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ചെറിയൊരു സവാള നല്ലോണം കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു അടദോശ കൂടുതൽ ഹെൽത്തി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1/2 കപ്പ് മുരിങ്ങയില കഴുകി വൃത്തിയാക്കിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മുരിങ്ങയിലൊക്കെ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൂടെ എടുക്കാം. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്യാനായിട്ട് മറക്കരുത്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു അടദോശയുടെ ബാറ്റർ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ട്, അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ല തിക്കായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കുക. അപ്പോൾ എനിക്കിതിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിലും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അടദോശ തയ്യാറാക്കിയിട്ടെടുക്കാം. ഇപ്പോൾ ദോശക്കല്ല് നല്ലോണം തന്നെ ചൂടായി കിടക്കുന്നുണ്ട്. ഇതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ദോശ പരത്തിയിട്ട് എടുക്കണ പോലെ നല്ലോണം കനം കുറച്ചിട്ടൊന്നും ഇത് പരത്തിയിട്ട് എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ഈ ദോശ കുറച്ച് കനത്തിലാണ് ഉണ്ടാവുക. ഈ ഒരു ദോശ നമ്മൾ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരഞ്ഞിട്ട് തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ മുകളിൽ ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കൂടെ കൊടുക്കണം കേട്ടോ. അത് നിർബന്ധമായിട്ടും ചെയ്യണം. അതല്ലെങ്കിൽ ഈ ഒരു അടദോശയുടെ മുകൾ ഭാഗം ഇങ്ങനെ വേവാത്ത പോലെയാണ് കേട്ടോ കിട്ടുക. അപ്പോൾ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തിട്ട് കൂടെ കൊടുക്കുക. ഒരുപാട് വേണ്ട, വളരെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം പിന്നെ നമുക്ക് മൂടി തുറന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചിട്ടെടുക്കാം. ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ വെറും 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു അടദോശയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ ഫസ്റ്റത്തെ അടദോശ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് റെഡി ആക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ അടദോശ എല്ലാം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള കറികളുടെ കൂടെ കഴിക്കാം. അപ്പോൾ കറി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്